നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ട്രാവൽ ലോഗ് ഓർ ട്രാവൽ എസ്സേ. ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതണം നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇസ് ഗിവ് എൻ അട്രാക്റ്റീവ് ടൈറ്റിൽ. ഓക്കെ, നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ് അവർക്ക്, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വേണം അത് കൊടുക്കാൻ. സോ കുറച്ച് ഫണ്ണായിട്ട് നിങ്ങൾ ആ ഇൻഫർമേഷൻ കൊടുക്കുക ആൻഡ് ഒരു പേഴ്സണൽ ടോണിൽ എഴുതുക. കാരണം നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് അത് പോകുന്നത്. ഓക്കെ, നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊരു എസ്സേ രൂപത്തിൽ ഷെയർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. പേഴ്സണൽ ടോണിലായിരിക്കണം നിങ്ങളുടെ എസ്സേ പോകുന്നുണ്ടാവേണ്ടത്. പക്ഷേ യു ഹാവ് ടു ഗിവ് ദി ഇൻഫർമേഷൻ. എവിടെ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു, എന്തൊക്കെയാണ് കാണാനുണ്ടായിരുന്നത്, ഏത് ടൈപ്പ് ഫുഡായിരുന്നു, അക്കോമഡേഷൻ എങ്ങനെയായിരുന്നു, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ എസ്സേയിൽ വേണം. ഓക്കെ, ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു മോണ്യുമെൻറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്തതിനെ പറ്റിയിട്ട് എഴുതാനാണ്. അപ്പം നമ്മൾ ഒരു മോണ്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് എന്താ? താജ്മഹലാണ്. യെസ്, അപ്പം നമ്മൾ എന്ത് പറയും? താജ് ദ എപ്പിറ്റമി ഓഫ് ലവ് അല്ലേ? അപ്പോൾ ഒരു അട്രാക്റ്റീവ് ടൈറ്റിൽ കൊടുക്കുക. താജ് എന്ന് പറയുമ്പം നമുക്കറിയാം എല്ലാ ലവ് സ്റ്റോറിയിലും ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് താജ്. അപ്പം നമ്മൾ താജിന് എന്ത് പറയും? താജ് ദി എപ്പിറ്റമി ഓഫ് ലവ്. Taj was never just a name, it was an emotion. Every Indian grew up reading and talking and describing Taj Mahal. Taj blew me away with its beauty and elegance. It is situated on the banks of river Yamuna and becomes a site of abundant beauty and incomprehensible passionate love. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു അല്ലേ? എന്താണ് താജ്? താജ് എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യൻസിനും അറിയുന്ന ഒരു വേർഡാണ്, എല്ലാ ഇന്ത്യൻസിനും അറിയുന്ന ഒരു മോണ്യുമെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് താജ്മഹൽ കാണാൻ. When I planned to see Taj, I planned it in October. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ താജ്മഹലിലേക്ക് എപ്പോഴാണ് പോയത്? ഒക്ടോബറിലാണ് പോയത്. ഞാൻ ആ സമയം കറക്റ്റായിട്ട്, ആ ഒരു മന്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, a month that would not be much hot or cold. അപ്പോൾ അധികം ചൂടും തണുപ്പും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ പോയത്. The day was pleasant and it is the ideal time to visit Taj Mahal to enjoy its elegance. അപ്പോൾ പോകുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാം? താജ് പോവണ്ടപ്പോൾ ഈ ഒരു ടൈമിൽ പോകുന്നതാണ് എപ്പോഴും അടിപൊളി. ഓക്കെ, I took a taxi from Agra Cant. The place was unexpectedly crowded and I had to face an irritatingly long queue. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ എന്തായി? ഭയങ്കര ക്രൗഡായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളെപ്പോഴും നേരത്തെ പോവുക, കാരണം ഞാൻ പോയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു. ഞാൻ ആഗ്ര ക്യാൻറ്റിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചിട്ടാണ് എവിടേക്ക് പോയത്? താജ്മഹൽ കാണാൻ പോയത്. The place was unexpectedly crowded. Then there in front of us was Taj Mahal and everything exactly as it was explained. അപ്പോൾ താജ്മഹലിൻ്റെ മുന്നിലുണ്ട്. എന്തൊക്കെയാണോ എനിക്ക് ബാക്കിയുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്, എന്തൊക്കെയാണോ ഞാൻ എക്സ്പെക്ട് ചെയ്തത്, അതൊക്കെ എവിടെയുണ്ട്? താജ്മഹലിലുണ്ട്. The Mughal culture was felt in every nook and corner of the love gift. അപ്പോൾ ലവ് ഗിഫ്റ്റ് എന്താ? താജ്മഹലാണ്. ആ ഒരു മുഗൾ കൾച്ചർ നമുക്ക് എല്ലാ നുക്ക് ആൻഡ് കോർണറിലും ഫീൽ ചെയ്യുമായിരുന്നു. The tomb of Mumtaz Mahal broke my heart as it must have had all the emotions of loss. Shah Jahan stays along with his beloved in the same tomb. അപ്പോൾ ഷാജഹാനും ആ സെയിം ടൂമിലാണ്. ആ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, I got to enjoy the sunset as a cruise through Yamuna was available. അപ്പോൾ അതേസമയം എന്തുണ്ട്? സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്രൂസ് അവൈലബിൾ ആണ് യമുനയിൽ. ഓക്കെ, അപ്പോൾ യമുന റിവറാണ് അവിടെ ഉള്ളത്. ആ ഡീറ്റെയിലും നമ്മൾ കൊടുത്തു. The culture of the place is very rich. I visited all the nearby places like Agra Fort, Fatehpur Sikri and Ihtimad-ud-Daula's tomb. സോറി, ആ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ പ്രശ്നമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ അതിന് ചുറ്റും കാണാനുണ്ട്. ഞാൻ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. The cuisine was also rich in Mughal culture. അപ്പോൾ അവിടുത്തെ ക്വിസീൻ ആണെങ്കിലും ഞാൻ കഴിച്ച ഫുഡാണെങ്കിലും അതുപോലത്തെ ഫുഡായിരുന്നു. Different shopping center portraying costumes and jewels of Uttar Pradesh was a common sight. This was one of the best trip of my life. അപ്പോൾ ഇതൊരു കുട്ടി എസ്സേ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അപ്പോൾ ഞാൻ അവിടെ കഴിച്ചത് പറഞ്ഞു. നിങ്ങൾക്ക് അക്കോമഡേഷനും കൂടെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ട്രെയിൻ പിടിച്ച് ഡൽഹിയിൽ നിന്ന് ഞാനൊരു ബസ് പിടിച്ചിട്ട് പോയത് അത് മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം. യു ക്യാൻ ടോക്ക് അബൌട്ട് ആഗ്ര പേട ആൻഡ് ഓൾ. അപ്പോൾ ഇതാണ് ബേസിക്കലി എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിങ്ങൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്തു, എന്തൊക്കെ കഴിച്ചു, എവിടെ താമസിച്ചു, ഏതാണ് നിങ്ങളുടെ മോഡ് ഓഫ് കൺവേയൻസ്, അതൊക്കെ എഴുതാം.
ഓക്കെ, എന്നിട്ട് നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക. ഓക്കെ, ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിപ്സ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ട്രാവൽ എസ്സേ. നിങ്ങൾക്ക് ഇതല്ലാണ്ട് ഏതൊക്കെ ഫോർമാറ്റ്സ് ആൻഡ് ഏതൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് വീഡിയോസ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക.